വിശേഷം എന്തൊക്കെയുണ്ട്? അനു പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലുള്ള ഒരു സ്പെഷ്യൽ വാർത്ത. അവിടെ സമരങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തി. നമ്മുടെ തേഞ്ഞിപ്പാല സച്ചോല്ലേ വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു. വിപ്ലവകരമായ തീരുമാനമുള്ളത്. കുട്ടികളോട് പഠിക്കാൻ പോകുന്നത് പോസ്റ്റർ ഒട്ടിക്കാനും ക്രിസ്ത്യന് കല്ലെറിയാനും ഇങ്ങനെ കലാപരി ഇരിക്കല്ലേ. അതിന്റെ സംഭവം അവിടെ ഒരു സമാധാന യജ്ഞത്തിന്റെ ആവശ്യമൊന്നുമില്ല. സമരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യൂണിവേഴ്സിറ്റി ജീവിതം? ഈ കുട്ടികളൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ അധികാരികളെ എങ്ങനെയാ അറിയിക്കുക? ഇഷ്ടം പോലെ മാർഗില്ലേ. ഫേസ്ബുക്കില് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ഇമെയിൽ ചെയ്യാം, കത്തയക്കാം, അല്ലെങ്കിൽ ആ കൂട്ടായ്മ എന്താ ഇറങ്ങിപ്പോ ലെഫ്റ്റ് സമരം ചെയ്യാം. ഇഷ്ടം പോലെ മാർഗങ്ങളില്ലേ. നിങ്ങൾക്ക് വേറെ പാടില്ല. അടിപൊളി വാട്സാപ്പ് സമരം, അത് കൊള്ളാട്ടോ. അപ്പൊ നാളെ മുതൽ ഈ ബാനർ എഴുതുന്നവർക്കും മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊക്കെ വളരെ ക്ലിയർ ആക്കാനും, മുദ്രാവാക്യം വിളിക്കുമ്പോ തൊണ്ടവേദനയും വരില്ല, ബാനർ എഴുതുന്നവർക്കും ലാഭം. ഇല്ലല്ല, യൂണിവേഴ്സിറ്റിക്ക് പുതിയ ടാഗ് വെക്കാലോ. സമരമില്ലാത്ത സരസ്വതി ക്ഷേത്രം. അത് അടിപൊളിയല്ലേ? രസമൊക്കെ ഉണ്ട്, പക്ഷെ സംഗതി കുറച്ച് സീരിയസാ. പക്ഷെ സെറ്റ് ഭയങ്കര നിർദ്ദേശങ്ങളാണ് നമ്മളെ. അപ്പൊ ഇനി ക്യാമ്പസിലൊക്കെ പോലീസുകാർക്ക് പണി കുറയല്ലോ. ലാത്തി ചാർജും ഗ്രാനേഡ് എറിയലും വെള്ളം ചീറ്റലും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് സിനിമയ്ക്ക് വേണമെങ്കിൽ ക്യാമ്പസ് വാടക കൊടുക്കാമല്ലോ. അവിടെ അടിപൊളി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ രംഗങ്ങളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഇനി ക്യാമ്പസ് പിന്നെ നമുക്ക് ഷോർട്ട് ഫിലിമിനും പോയി ചെയ്യാലോ. അതൊക്കെ ഉണ്ടാവും ഈ സംരംഭം ഹൈടെക്കാക്കട്ടെ. പിന്നെ അവിടെ മുദ്രാവാക്യം ഉണ്ടാവില്ല, വിപ്ലവം ഉണ്ടാവില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഒതുങ്ങിപ്പോട്ടെ. എന്തിനാണ് വിപ്ലവമൊക്കെ? അപ്പൊ ഇനി ഭാവിയില് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഗേറ്റിലൊരു ബോർഡ് വരും. ശ്രദ്ധിക്കുക, ഇവിടെ സമരം ചെയ്യുന്നത് നിയമവിരുദ്ധം. പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അസൗകര്യത്തിന് ഖേദിക്കുന്നു. കൊള്ളാം. നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റിയിൽ സമാധാന വിപ്ലവം എവിടെ പറ്റും. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. പിന്നെ